പല്ലവ സമമാം കുഞ്ഞിളം കയ്യാൽ മായക്കണ്ണൻ വെണ്ണ കടഞ്ഞു. പല്ലവ സമമാം കുഞ്ഞിളം കയ്യാൽ കംസരാജനു നൽകിടുവാനായി തൈരു കടഞ്ഞവർ വെണ്ണയെടുത്തു. കണ്ണനു കയ്യിൽ വെണ്ണ നിറഞ്ഞു, നവനീതത്താലുള്ളു നിറഞ്ഞു. സ്വയമതു ചെയ്തൊരു കുഞ്ഞു മനസ്സിനെ ഗോകുലവാസികൾ തൊഴുകൈ നമിച്ചു. കംസനമ്മാവ, ഈ വെണ്ണയ്ക്ക് വേണ്ടിയല്ലേ അങ്ങന്റെ പിതാവിനെയും ബ്രജവാസികളെയും എല്ലാം ദുരിതത്തിൽ ആഴ്ത്തിയത്? അതുകൊണ്ട് ഈ വെണ്ണ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കാൻ കൊണ്ടുവരികയാണ്. ഈ വെണ്ണ ഭക്ഷിച്ചു കഴിയുമ്പോൾ അങ്ങയുടെ തൃഷ്ണ എന്നേക്കുമായി അവസാനിക്കുന്നതാണ്. അങ്ങ് പറഞ്ഞത് സത്യമാണ് മഹാരാജൻ. ചതിയാണ് ആ വിഷ്ണുവിന്റെ ഏറ്റവും വലിയ ആയുധം. ഇപ്പോഴല്ല, യുഗങ്ങളും മന്വന്തരങ്ങളുമായ അയാൾ അസുരന്മാരെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹിരണ്യാക്ഷൻ, പരാക്രമിയായ ഹിരണ്യകശ്യപൻ, ദാനിയായ ബലി, എല്ലാവരെയും അയാളാണ് ചതിച്ചത്. എന്താണെന്നറിയാമോ? എന്തെന്നാൽ ആ വിഷ്ണുവിന് അങ്ങേപ്പോലെ തന്നെ അവരെയും ശക്തി കൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അപ്പോൾ നീ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ഇതാണല്ലേ? ആ വഞ്ചകന് ശക്തിയിലൂടെ എന്നെ വധിക്കാൻ സാധിക്കില്ലെന്ന്. അതുകൊണ്ടാണ് അവൻ നിന്നെ അയച്ചിരിക്കുന്നത്, വഞ്ചനയിലൂടെ എന്നെ വധിക്കുന്നതിന് വേണ്ടി. അങ്ങന്റെ മൃത്യുവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ആ ആഗ്രഹത്തിനായി സന്തോഷത്തോടെ തന്നെ എന്റെ ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാകും മഹാരാജൻ. ഞാനല്ലാതെ അങ്ങയുടെ നന്മ ആഗ്രഹിക്കുന്ന മറ്റൊരാൾ ഈ ലോകത്തുണ്ടാവില്ല മഹാരാജൻ. കേശിനിയാണ് ഞാൻ. ഈ കേശിനി ഇവിടെ അങ്ങയെ വഞ്ചിക്കാനല്ല, അങ്ങയെ സഹായിക്കാനാണ് വന്നത്. ഞാൻ അങ്ങയുടെ ശക്തിയാണ്. അതിനാൽ ഞാനുള്ളപ്പോൾ ആ വിഷ്ണുവിന് അങ്ങയോട് ഒരു വഞ്ചനയും കാട്ടാൻ സാധിക്കില്ല. എന്നെ വിശ്വസിച്ചാലും അങ്ങയുടെ കരം നൽകിയാലും കരം നൽകിയാലും മഹാരാജൻ. എന്തെന്നാൽ നാം ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ആ ഭൂലോക വഞ്ചകനെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. എന്നെ വിശ്വസിച്ചാലും മഹാരാജൻ. ഗോപാലക, ഇപ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത്? ഗോപികെ, ഈ വെണ്ണ ഞാൻ ആർക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത്? മഹാരാജാവ് കംസന് വേണ്ടി. കംസ മഹാരാജാവ് വസിക്കുന്നത് എവിടെയാണ്? മധുരയിൽ. അല്ലാതെ അപ്പോൾ ഈ വെണ്ണ നൽകാനും എനിക്ക് മധുരയിൽ പോകേണ്ടി വരുമല്ലോ. ഈ ഗോപികയ്ക്ക് എല്ലാം വിശദമാക്കി കൊടുക്കണം. കംസനമ്മാവാ, വായാടി ഗോപാലക, യശോദമ്മായി കൊണ്ട് നിനക്ക് നല്ല തല്ല് വാങ്ങി തരുന്ന കാര്യം ഞാൻ ഏറ്റു. ഓം ജയ ശ്രീ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ. ഓം ജയ ശ്രീ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ. ഓം ജയ ശ്രീ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ. ഓം ജയ ശ്രീ രാധാ കൃഷ്ണ രാധാ കൃഷ്ണ രാധാ. നാരായണ നാരായണ. പ്രഭോ, ഇന്ന് പരമാത്മാവായ ശ്രീകൃഷ്ണൻ സ്വയം തയ്യാറാക്കിയ വെണ്ണയുമായി അധർമ്മിയായ കംസന്റെ അടുക്കലേക്ക് പോവുകയാണ്. പക്ഷെ പ്രഭോ,
നന്ദപുത്രൻ അധർമ്മിയായ കംസനോട് ഇത്രയും നിസ്സീമമായ കൃപയോ? ഈ ലീലയുടെ ഉദ്ദേശം എന്താണ് പ്രഭോ? ദേവർഷി, കംസന്റെ അധർമ്മം അവന്റെ തൃഷ്ണയുടെ തന്നെ പരിണാമമാണ്. കംസൻ ഈ ലോകത്തെ എല്ലാവിധ സമ്പത്തും സർവ്വവിധ യശസ്സും അജയ്യമായ ശക്തിയും പ്രാപ്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ കംസൻ ഒരു കാര്യം വിസ്മരിക്കുകയാണ്. ഏകസ്യാപിന പ്രയാപിതം തസ്മാ തൃണാം പരിത്യജേ എന്ന് വെച്ചാൽ, എപ്പോഴാണോ മനുഷ്യൻ സ്വന്തം തൃഷ്ണയെ ത്യജിക്കാൻ തയ്യാറാവുന്നത്, അതുവരെ അവൻ്റെ പക്കൽ എന്തു തന്നെ ഉണ്ടായിരുന്നാലും യാതൊരു ഫലവുമില്ല. അതുകൊണ്ട് നന്ദപുത്രൻ എന്ന് സ്വമേധയാ കംസന്റെ അടുക്കലേക്ക് പോവുകയാണ്. എന്നാലേ കംസൻ തൃഷ്ണയുടെ മാർഗം ത്യജിച്ച് ധർമ്മത്തിന്റെ മാർഗം സ്വീകരിക്കുകയുള്ളൂ. പക്ഷേ പ്രഭോ, ഇനി കാണേണ്ടത് ഒന്നേയുള്ളൂ. പാപിയായ കംസൻ ത്യജിക്കുന്നത് സ്വന്തം തൃഷ്ണയെയോ അതോ ജീവനെയോ? നാരായണ നാരായണ. ഇതുപോലുള്ള ഭക്ഷണം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇതാണ് ഞാൻ വർഷങ്ങളായി ഭക്ഷിച്ചുകൊണ്ടിരുന്നതെന്ന് തോന്നാൻ കാരണമെന്താണ്? മഹാരാജൻ, ഇന്ദ്രിയങ്ങളിൽ പൂർവജന്മ സ്മൃതികൾ നിലനിൽക്കാറുണ്ട്. പൂർവജന്മത്തിൽ അങ്ങ് ദേവന്മാരെ പരാജയപ്പെടുത്തി വരുന്ന അവസരങ്ങളിലെല്ലാം ഇതുപോലെ ഭോജനമൊരുക്കി ഞാൻ കാത്തിരിക്കാറുണ്ട്. എന്തുപറ്റി മഹാരാജൻ? ഭോജനം അങ്ങേയും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ ഭോജനം ഒരു മാധ്യമം മാത്രമാണ്. ഇതിലൂടെ അങ്ങ് ത്രിലോകങ്ങളിലെയും ജേതാവ് കാലനേമിയായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഭക്ഷിച്ചാലും കേശിനിയുടെ കയ്യിൽ നിന്ന് ഈ ഭക്ഷണം സ്വീകരിച്ചാലും മഹാരാജൻ? കംസനമ്മാവാ, കംസനമ്മാവാ. ഇതാ ഗോകുലത്തിലെ വികൃതി ബാലകന്റെ ശബ്ദമല്ലേ? അവൻ എന്തിനാണ് ഇവിടെ വന്നത്? ഏയ് വികൃതി ബാലക! മഹാരാജൻ! അമ്മായി, കണ്ണനോട് പോകരുതെന്ന് ഞാൻ പറഞ്ഞതാണ്, തടയുകയും ചെയ്തു. പക്ഷേ അവന്റെ രാധ പറയുന്നത് അനുസരിച്ചിട്ട് വേണ്ടേ? എന്നോടൊന്നും മിണ്ടാതെ അവൻ പോയി. പുത്രി രാധേ, അവൻ എങ്ങോട്ടാണ് പോയത്? അത് പറയൂ. അമ്മായി, പിന്നെ എവിടെ പോകാനാണ്? അവന്റെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അപകടമോ? പക്ഷെ രാധേ, കണ്ണൻ ഞങ്ങളോട് പറഞ്ഞത് ഗോകുലത്തിലെ അപകടമെല്ലാം അവസാനിച്ചു എന്നാണ്. ദാമു അമ്മാവ, ഗോകുലത്തിലെ അപകടമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരാൾ സ്വയം അപകടത്തിന്റെ മുന്നിലേക്ക് പോയാൽ പിന്നെ അപകടത്തിന് എന്ത് ചെയ്യാൻ സാധിക്കും? രാധേ, കണ്ണൻ എങ്ങോട്ടാണ് പോയതെന്ന് നീ വ്യക്തമായി പറയാത്തത് എന്താണ്? പിതാവേ, ഞാൻ വ്യക്തമായി തന്നെയല്ലേ പറഞ്ഞത്. പക്ഷെ ആരും മനസ്സിലാക്കാത്തത് എന്താണ്? കണ്ണൻ മധുരയിലേക്കാണ് പോയത്, മഹാരാജാവ് കംസന്റെ സമീപം. മധുരയിലോ? കംസന്റെ അടുത്തേക്കോ? കണ്ണാ, കണ്ണാ! യശോദേ, യശോദ, യശോദി, യശോദി, അമ്മായി, യശോദ, യശോദി. കംസനമ്മാവാ, കംസനമ്മാവാ. എവിടെ? എവിടെയാണ് ആ ബാലകൻ? കംസനമ്മാവാ, കംസനമ്മാവാ, കംസനമ്മാവാ. കംസനമ്മാവാ, ഞാൻ അങ്ങയുടെ മുന്നിൽ തന്നെ ഉണ്ടല്ലോ. അങ്ങല്ലേ വിപരീത ദിശയിൽ നിൽക്കുന്നത്? വികൃതി കണ്ണ, നീ ഇവിടെ എങ്ങനെ എത്തി? ആരും നിന്നെ തടഞ്ഞില്ലേ? അമ്മാവാ, ആരെന്നെ തടയുവാനാണ്? ഞാൻ അങ്ങയുടെ അനന്തരവനല്ലേ. പിന്നെ അങ്ങേക്കൊരു ഉപഹാരവും കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങേക്ക് ഉപഹാരം നൽകുന്നതിൽ നിന്ന് ആർക്കെങ്കിലും എന്നെ തടയാൻ സാധിക്കുമോ?
കംസനമ്മാവ ഇങ്ങനെ ആശ്ചര്യത്തോടെ എന്താ നോക്കുന്നത്? ഞാൻ അമ്മാവനെ കാണാൻ തന്നെയാണ് ഇവിടെ എത്തിയത്. ഇതാ നോക്കൂ, അങ്ങേക്ക് ഞാൻ എന്താ കൊണ്ടുവന്നതെന്ന്. വെണ്ണ. കംസനമ്മാവ ഇത്രയൊന്നും ചിന്തിക്കാതിരിക്കൂ. എന്തെന്നാൽ മാതാവ് പറയാറുണ്ട്, എപ്പോഴും ഇങ്ങനെ കൂടുതൽ ചിന്തിച്ചാൽ മനുഷ്യർ ബുദ്ധിഹീനരായി പോകുമെന്ന്. എന്റെ അനുമതിയില്ലാതെ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അമ്മാവ, അങ്ങേക്ക് വെണ്ണ വളരെ പ്രിയമല്ലേ, അതുകൊണ്ട് അങ്ങേക്ക് വെണ്ണ നൽകാൻ ഞാൻ നേരിട്ട് തന്നെ വന്നു. ഇത് വാങ്ങിക്കൊള്ളൂ അമ്മാവ. വെണ്ണ എനിക്ക് പ്രിയമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എന്റെ അമ്മാവ, വെണ്ണയ്ക്ക് അത്രയും മഹത്വമുണ്ട്. ഒരാൾക്ക് പോലും അത് അപ്രിയമായി തോന്നില്ല. അമ്മാവന് വെണ്ണ പ്രിയമല്ലായിരുന്നുവെങ്കിൽ അങ്ങ് പറഞ്ഞാലും ഗോകുലവാസികൾ ചുങ്കം നൽകാതിരുന്നപ്പോൾ അമ്മാവൻ എന്തിനാണ് അസുരന്മാരെ അങ്ങോട്ട് അയച്ചത്? അതുകൊണ്ട് ഞാൻ കരുതി അമ്മാവൻ വീണ്ടും കൂടുതൽ അസുരന്മാരെ അയച്ച് ഗോകുലത്തിലെ സമാധാനം ഇല്ലാതാക്കുന്നതിന് മുൻപ് തന്നെ ഈ വെണ്ണ അങ്ങേക്ക് നൽകാമെന്ന്. നോക്കൂ, എത്ര സ്വാദുള്ള വെണ്ണയാണെന്ന്. വാങ്ങിക്കൊള്ളൂ. വരൂ കംസനമ്മാവ, ഇരിക്കൂ. ഈ വെണ്ണ എന്റെ കൈകൾ കൊണ്ട് അങ്ങേക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞാലും സ്വാദ് എങ്ങനെയുണ്ടെന്ന്. കംസനമ്മാവൻ ഈ വെണ്ണ കണ്ട് ഭയന്നു പോയെന്നാണ് തോന്നുന്നത്, അല്ലേ പ്രലബ്ധനമ്മാവ? കംസൻ ഭയന്നു. കംസന്റെ മുന്നിൽ ഭയത്തിന് പോലും മുട്ടുവിറയ്ക്കും ബാലക. എങ്കിൽ ഭക്ഷിച്ചാലും. നാരായണ നാരായണ. പ്രഭോ, അങ്ങേ കാട്ടുന്നത് ന്യായമാണോ? അങ്ങയെ ഒന്ന് ദർശിക്കാൻ മാത്രമായി ജ്ഞാനികളായ ഋഷിമാരും മുനിമാരും പിന്നെ ദേവന്മാരും യുഗങ്ങളും മന്വന്തരങ്ങളുമായി അങ്ങയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്നങ്ങ് അങ്ങയുടെ കൈകൾ കൊണ്ട് തയ്യാറാക്കിയ വെണ്ണ ഈ പാപിയായ കംസന് നൽകി ഇവന്റെ ജീവനെ സംരക്ഷിക്കുകയാണോ പ്രഭു? ഈ ലീലയുടെ ഉദ്ദേശം എന്താണ് പ്രഭു? അങ്ങ് പറഞ്ഞത് വാസ്തവമാണ് ദേവർഷേ. പക്ഷെ ഏതു മാനസികാവസ്ഥയിലും ഭാവത്തിലുമാണോ കംസൻ ആ വെണ്ണ ഭക്ഷിച്ചത്, അതിന്റെ ഫലവും അതിനനുസരിച്ചായിരിക്കും ലഭിക്കുക. വെണ്ണ പ്രാപ്തമാക്കാൻ കംസൻ എന്തൊക്കെ ദുഷ്കർമ്മങ്ങൾ ചെയ്തുവോ അതിന്റെ ഫലം കംസന് തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഈ അനുമാനം ഉചിതമല്ലേ പ്രഭു? നാരായണ നാരായണ. യാഥാർത്ഥ്യമാണ് മാതേ, യാഥാർത്ഥ്യമാണ്. അല്ലയോ ഭഗവാനെ, കംസനമ്മാവന് ഇപ്പോൾ വെണ്ണ ലഭിച്ചു കഴിഞ്ഞു. ഇതിനു വേണ്ടിയാണ് അമ്മാവൻ ഗോകുലവാസികളോട് ഇത്രയും അതിക്രമങ്ങൾ കാട്ടിയത്. ഇനി അവിടുന്ന് ദയവുണ്ടായി കംസനമ്മാവന്റെ വെണ്ണയോടുള്ള ആഗ്രഹം പൂർത്തീകരിച്ചാലും ഇനി ഇദ്ദേഹം ഒരിക്കലും വെണ്ണയ്ക്ക് വേണ്ടി ബ്രജവാസികളെ ദ്രോഹിക്കാൻ ഇടവരുത്തരുതേ. കംസനമ്മാവ, അമ്മാവന് സന്തോഷമായല്ലോ. എങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എന്റെ അനുമതിയില്ലാതെ പോയാലുണ്ടല്ലോ ബാലക, പിന്നെ തിരിച്ചു പോകാൻ കഴിഞ്ഞെന്ന് എന്നെ വരില്ല. തടയുന്നതിനു വേണ്ടി അങ്ങേക്ക് എന്നെ പിടികൂടേണ്ടി വരും. ഏയ് ഏയ് വികൃതി ബാലക, നിൽക്ക്. ഏയ്, ആ കണ്ണൻ എവിടെ? ഈ വെണ്ണ ഇവിടെ? പോകൂ, പോകാൻ. ഇപ്പോഴല്ലേ ഭക്ഷിച്ചത്, പിന്നെ സ്വയം എങ്ങനെയാ നിറഞ്ഞത്? ഏയ്, ഇത് ആരുടെ മായയാണെന്ന് നോക്കൂ. പ്രലബ്ധ, നോക്കൂ, ഇതിൽ സ്വമേധയാ വെണ്ണ നിറയുകയാണ്. പിടിക്കൂ, ഇതിനെ പിടിക്കൂ. ഈ കംസനമ്മാവൻ എന്ത് സംഭവിച്ചു? അമ്മാവൻ വെണ്ണ മുഴുവൻ ഭക്ഷിച്ചല്ലോ. പക്ഷെ അദ്ദേഹത്തിന് ഇനിയും വെണ്ണയുള്ളതായി തോന്നുന്നത് എന്താണ്? ഉറപ്പായും എന്നെ പിടികൂടുവാനുള്ള എന്തോ തന്ത്രമാണ്. മഹാരാജൻ, ഇതിലൊന്നും തന്നെ ഇല്ല. നിക്ക്, ഇങ്ങോട്ട് വരരുത്, അടുത്ത് വരരുത്.
മുന്നോട്ട് വന്നു പോകരുത്. നീ പറയൂ ചാണു. എന്തു പറ്റി മഹാരാജൻ? ചാണൂര വെണ്ണ പ്രലബ്ധൻ വെണ്ണ അടുത്തേക്ക് വരരുത്, അടുത്തേക്ക് വന്നു പോകരുത്. ഇതെന്തു മായയാണ്? എന്തു മായ? ഭഗവാനാണ് ഞാൻ. ഞാനൊരു മായയും ഭയക്കാറില്ല. ഞാൻ ഭഗവാനാണ്, അതീവ ബലശാലിയായ ഭഗവാൻ കംസൻ. പോകൂ. മഹാരാജൻ, എന്താണ് ചെയ്യുന്നത്? ലീലകളാടിയ നന്ദകിശോരൻ മധുരപതിയുടെ മുന്നിൽ വെണ്ണയിലൂടെ മായകൾ കാട്ടി കംസനോ ഭയമാ. കാർവർണ്ണൻ മായാലീലകളല്ലോ കുബുദ്ധിയ കംസനോ ആകെ വലഞ്ഞു. കാൺമതെല്ലാം മനസ്സിനെ മതിച്ചു, നോക്കിയതെല്ലാം വെണ്ണമയം. വെണ്ണ വെണ്ണയെന്നോദിയ കംസൻ വെണ്ണയാലേ ഭീതിതനായി. ദുഷ്ടനധർമ്മി സത്യവിരോധി സത്യമറിയാതായി. ദുഷ്ടനധർമ്മി സത്യവിരോധി സത്യമറിയാതാ. കാരണമിതുമായാലില വിനോദം, കണ്ണന്റെ അവതാരമൃത പുണ്യം, കണ്ണന്റെ അവതാരമൃത പുണ്യം. എനിക്ക് തോന്നുന്നു കംസനമ്മാവന് എന്റെ വെണ്ണ കൂടുതൽ ഭാഗ്യം നൽകിയെന്ന്. അതുകൊണ്ടാണ് എന്നെ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കാത്തത്. മഹാരാജാവിനെ ആരോ വിഭ്രാന്തിയിൽ ആഴ്ത്തിയെന്ന് തോന്നുന്നു. നാരായണ നാരായണ. പ്രഭോ, നന്ദപുത്രൻ ഇന്ന് കംസനോട് എന്തു ലീലയാണ് കാട്ടിയിരിക്കുന്നത് പ്രഭോ? എപ്പോഴും വെണ്ണയോട് ആഗ്രഹം പ്രകടിപ്പിക്കാറുള്ള കംസന് ഇന്ന് സ്വജീവൻ തന്നെ വെണ്ണ കൊണ്ട് പരിപൂർണമായതുപോലെ. ഈ ലീലയുടെ ഉദ്ദേശം എന്താണ് പ്രഭോ? ദേവർഷേ, മനുഷ്യൻ ഒരിക്കലും ഒരു വസ്തുവിനോടുള്ള ആഗ്രഹത്തിന്റെ പരിധി ലംഘിക്കുവാൻ പാടില്ല. കംസൻ വെണ്ണയോടുള്ള ആഗ്രഹത്തിന്റെ പരിധി ലംഘിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കംസന്റെ ജീവിതത്തിൽ എന്താണോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ആ അതിമോഹത്തിന്റെ പരിണാമമാണ്. നാരായണ നാരായണ. യാഥാർത്ഥ്യമാണ് പ്രഭു, യാഥാർത്ഥ്യമാണ്. ഏതായാലും കംസനമ്മാവൻ ഇനി ഒരിക്കലും ഞങ്ങളോട് വെണ്ണ ആവശ്യപ്പെടില്ലെന്ന് തോന്നുന്നു. മാതാവ് ഇതറിഞ്ഞ് എന്തുമാത്രം സന്തോഷിക്കും. അയ്യോ, ആ ഗോപിക ഞാൻ ഇങ്ങോട്ട് വരുന്ന വിവരം എല്ലാരോടും പറയുകയാണെങ്കിലോ? എനിക്ക് ഉടൻ ഗോകുലത്തിലേക്ക് തിരിച്ചു പോകണം, അല്ലെങ്കിൽ മാതാവ് വളരെ വ്യസനിക്കും. എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. കംസ മഹാരാജൻ ആത്മവിനാശത്തിന് ഒരുങ്ങുകയാണെന്ന് തോന്നുന്നു. എനിക്ക് അദ്ദേഹത്തെ തടഞ്ഞേ തീരൂ, അല്ലെങ്കിൽ സർവനാശമായിരിക്കും ഫലം. ഭഗവാനെ, അങ്ങ് തന്നെ ആലോചിക്കൂ. ഇതെല്ലാം പെട്ടെന്ന് എങ്ങനെയാണ് വെണ്ണയായി മാറിയത്? ഭഗവാനെ, ഭഗവാനെ, നിൽക്ക്, അവിടെ നിൽക്ക്, വധിക്കും ഞാൻ. വേഗം വേഗം പിടിക്ക്. നിർത്തൂ കംസ മഹാരാജൻ. ഇനി എന്നെ ആർക്കും തടയാൻ സാധിക്കില്ല. ഭഗവാൻ കംസൻ ഇന്നെല്ലാം അവസാനിപ്പിച്ചിരിക്കും. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. അവിടെ നിൽക്കൂ മഹാരാജൻ. എന്നാൽ നിന്നെയാകട്ടെ ആദ്യം.
മഹാരാജൻ അങ്ങയെ സ്ഥാനഭ്രഷ്ടനാക്കുന്നവർക്ക് തീർച്ചയായും ശിക്ഷ ലഭിച്ചിരിക്കും.